ഹായ് ഹലോ എൻ്റെ കൂട്ടുകാർ വന്നേ നമുക്കൊരു പാല് കാച്ചിൽ പോയിട്ട് വരാം കേട്ടോ. അത് വേറെ ഒന്നുമല്ല, തൊട്ടടുത്ത് തന്നെയാണ്, ഒത്തിരി ദൂരമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ അച്ഛൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അച്ഛൻ വന്ന് റെഡി ആയിട്ട് ഞങ്ങൾക്ക് അതൊക്കെ പൂട്ടിയിട്ട് എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങും കേട്ടോ. ഞങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്തായിട്ടാണ്, പക്ഷേ എങ്കിലും ഞങ്ങൾ ലേറ്റായി. ഇപ്പോൾ തന്നെ സമയം 2 മണിയാവുന്നു. അച്ഛൻ വരാൻ ലേറ്റായി. പിന്നെ എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് വന്ന് റെഡി ആയപ്പോഴത്തേന് ഈ സമയമായി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് വന്നാലോ. അപ്പോൾ ഇവിടെ തൊട്ടടുത്തായിട്ട് ഇവിടെ താഴോട്ട് ഇറങ്ങും. അപ്പോൾ ഞാനാണെങ്കിൽ പോകുന്ന വഴിക്ക് എൻ്റെ വീടിൻ്റെ മുൻവശം ഒന്ന് കാണിക്കണം, ഫ്രണ്ട് ഒന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ കൂടെ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ ആക്ച്വലി പിന്നെ എൻ്റെ ഹോം ടൂറിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കാണാത്തവരുണ്ട്. അപ്പോൾ ഈ കാണാത്തവർ എപ്പോഴും ചോദിക്കും ബീനയുടെ വീട് ഫ്രണ്ടിൽ നിന്ന് ആ ഒരു വ്യൂ കാണിക്കണം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ എപ്പോഴും മറന്നു പോകും കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ശരി എന്നാൽ വിചാരിച്ച് എൻ്റെ വ്യൂ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ ഫുള്ള് വീടുകളാണ് കേട്ടോ. ഞങ്ങൾ വീട് വെക്കുന്ന സമയം അപ്പുറം ഇപ്പുറം എല്ലാം കാലിയായിരുന്നു. ഇപ്പോൾ എന്തോരം വീടുകളാണ് ഇവിടെ വന്നേക്കുന്നതെന്ന് അറിയാമോ. പിന്നെ ഇവിടെ ഈ ഫ്രണ്ടിൽ കാണുന്ന പന്തൽ വന്നിട്ട് അവിടെ പാലുകാച്ച് നടക്കുന്ന വീടിന് ഊണ് കൊടുക്കാനേ പന്തൽ നമ്മുടെ വീടിൻ്റെ മുന്നിലായിട്ടാണ് കെട്ടിയത് കേട്ടോ. ഞങ്ങളെന്നാൽ ശരി പോയി വീട് കണ്ടിട്ട് വന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പം വീട്ടിലെ ഉടയവരൊക്കെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്നാൽ ശരി കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ സദ്യയാണ് കേട്ടോ, കുറേ നാളായി സദ്യ കഴിച്ചിട്ട്. അപ്പം ശരി ഇന്ന് സദ്യയാണ്. അപ്പം എന്താ പറയുക, മലയാളീസിൻ്റെ ഫുഡെന്ന് പറയുമ്പോൾ നമുക്ക് സദ്യയാണല്ലോ കൂടുതൽ. അപ്പോൾ അന്നെന്നുണ്ടെങ്കിൽ അവിയൽ, കൂട്ടുകറി, പച്ചടി, കിച്ചടി, ഇഞ്ചിക്കറി എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. നല്ല വിഭവസമൃദ്ധമായിട്ട് നമുക്കിന്നൊരു സദ്യ കഴിക്കാൻ വേണ്ടി എനിക്കിന്ന് പറ്റി. അപ്പോൾ അതിൻ്റെ കൂടെ ചോറ്, പപ്പടം, പഴം, പിന്നെ പരിപ്പ് കറി, അതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു. അപ്പോൾ ഇതും കൂടെ ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് കഴിക്കട്ടെ. കുറേ നാളുകൾക്ക് ശേഷം ഒരു സദ്യ കഴിക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്. അപ്പോൾ ഞാൻ വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ചെറിയൊരു വ്യൂ ഒന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് സദ്യ പൂർണ്ണമാവണമെങ്കിൽ പായസം വേണം. അപ്പം അടപ്രഥമനും ഉണ്ട്, സേമിയ പായസം ഉണ്ട്. എനിക്ക് പായസത്തിനകത്ത് പപ്പടവും പഴവും മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂട്ടുകാർക്ക് അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമാണോ? അപ്പോൾ ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് വെളിയിൽ വന്നപ്പോൾ എൻ്റെ അച്ഛയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അങ്കിളിനോട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് പിന്നെ പുതുതായിട്ട് ഹൗസ് വാമിംഗ് ആയ വീട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ മുന്നിലോട്ട് പോയാലോ. അപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എൻട്രൻസ്, പിന്നെ ഇവിടെ പൂജയൊക്കെ രാവിലെ കഴിഞ്ഞു. ആക്ച്വലി എനിക്ക് ഇങ്ങോട്ട് വരാൻ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ രാവിലെ ഹോമവും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ആൻറ്റി അപ്പോഴേ വന്നപ്പോൾ മുതൽ ബീന എന്തിയെ ആൻറ്റി എന്നെ തേടുവാന്ന് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആൻറ്റിയോട് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ശരി എന്നാൽ വീടൊക്കെ ഒന്ന് കാണാം. അപ്പം താഴെയും മുകളിലുമായിട്ടാണ് ഇവർ വീട് പണിതേക്കുന്നത്. ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം അറിയത്തില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ശരി വീഡിയോ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ശരി ചെറുതായിട്ടൊരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പ്രിയപ്പെട്ട 2 പേരാട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും വർത്തമാനം പറയാതെ വിടത്തേ ഇല്ല. നമ്മുടെ ഇവിടുത്തെ കോൺട്രാക്ടർ അവരുടെ പണിക്കാരാണ്. പക്ഷേ എങ്കിൽ എന്നെ എവിടെ വെച്ച് കണ്ടാലും ചേച്ചിന്ന് വിളിച്ചിട്ട് വർത്തമാനം പറയും കേട്ടോ. ഞാൻ വീഡിയോ പിടിക്കുമെന്ന് പറഞ്ഞതിന് മറിഞ്ഞ് നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര മറിഞ്ഞാൽ ഞാൻ വീഡിയോ പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ സമാധാനമായിട്ട് അങ്ങ് ഇരുന്ന് കേട്ടോ. അപ്പോൾ ഈ വീട് കെട്ടിയേക്കുന്നത് താഴെ 2 ബെഡ്റൂം, ഹോള്, കിച്ചണ്, പാർക്കിങ്, മുകളിൽ 2 ബെഡ്റൂം, ഹോള്, കിച്ചൺ, അതുപോലെ തന്നെ ഒരു സിംഗിൾ ബെഡ്റൂം, ഹോൾ, കിച്ചണ്, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ട് വീട് കെട്ടിയേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവർ ഇങ്ങനെ റെൻറ്റിന് കൊടുക്കാനുള്ള പ്ലാനിലാണ് ഇങ്ങനെ വീട് കെട്ടിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അച്ഛയും ഞങ്ങളിവിടെ മേളിൽ പോയി വീടൊക്കെ കണ്ടിട്ട് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നത് എൻ്റെ ഒരു ഫോളോവറാണ്. എന്നെ കണ്ടപ്പോഴത്തേന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എനിക്ക് അവരെക്കാട്ടി സന്തോഷം എനിക്കാണ് ആയത്. കാരണം ഇങ്ങനെ കുറേ ആൾക്കാർ എന്നെ മനസ്സിലാവുന്നെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ. ടേക്ക് കെയർ, ബൈ.